ഹലോ ഫ്രണ്ട്സ്, മിസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീമച്ചക്ക ഉപയോഗിച്ച് ഒരു തൊടുകറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇതിനായി സാമാന്യ വലിപ്പമുള്ള ഒരു ചീമച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചെത്തി കഴുകി അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാനായി അടുപ്പിലേക്ക് മാറ്റാം. ചീമച്ചക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഒരു കഷ്ണം കറുവാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ഇവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളിയും സവാളയും അരിഞ്ഞതും ചേർത്ത് വഴറ്റാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇവയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി മൂപ്പിക്കണം. വെന്ത ചീമച്ചക്ക നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മൂത്ത് വന്ന അരപ്പിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്തു വച്ച തേങ്ങാക്കൊത്തും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചു കുറുകിയ ഗ്രേവി വെന്തുവെച്ച ചീമച്ചക്കയിലേക്ക് ചേർത്ത് തവിയുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി നമുക്ക് താളിച്ച് ചേർക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീമച്ചക്ക തൊടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.